കേരളത്തിൽ ഒരു ബിസിനസ് ഉണ്ടാവില്ല. They'll ban that area like anything. You know that? നിനക്കൊക്കെ പണി തരാൻ പോവുകയാണ്. നീയൊക്കെ കണ്ടോളൂ. നിനക്കൊക്കെ കിട്ടുന്ന പണി പണം കൂടുതലായതുകൊണ്ടാണ് നീയൊക്കെ അഹങ്കാരം കാണിക്കുന്നത്. നിനക്കൊക്കെ കയ്യിൽ പണം കിട്ടുമ്പോഴാണ് പെണ്ണുങ്ങളെ പിച്ചു ചീന്താൻ പോകും. നിനക്കൊക്കെ പണം കൂടുതൽ കിട്ടുമ്പോഴാണ് നിനക്കൊക്കെ ബോംബ് വയ്ക്കണമെന്ന് തോന്നുന്നു. നീയൊക്കെ പട്ടിണി കിടന്നാലുണ്ടല്ലോ, നിനക്ക് പണിയില്ലാതെ പട്ടിണി കിടന്നാലുണ്ടല്ലോ, നീയൊക്കെ മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഇതാവും. കേന്ദ്രം ഭരിക്കുന്നത് ഭാരതാംബയുടെ മക്കളാണെങ്കിൽ, ഇവിടെ ട്രിപ്പിൾ തലാക്ക് നിർത്താൻ പറ്റിയെങ്കിൽ, ഇവിടെ അതുപോലെ ഈ ഫോറിൻ ഫണ്ട് ആവശ്യമില്ലാതെ ഇവിടെ വരുന്നത് നിർത്താൻ പറ്റിയെങ്കിൽ, ഇവിടുത്തെ IPSകാർക്കും ഇവിടുത്തെ മിലിറ്ററിക്കും ദേശദ്രോഹികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള പവർ അവർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ, ഇവിടുത്തെ ജുഡീഷ്യറിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിർത്തിക്കൊണ്ട് ഒരു വിധത്തിലും ബൈസ്ഡ് ആവാതെ, പാർഷ്യാലിറ്റി ഇല്ലാതെ അവർക്ക് ഓരോ വേർഡിക്റ്റും നടത്താൻ പറ്റിയെങ്കിൽ, നിന്നെയൊക്കെ ഇവിടുത്തെ നിയമം കൊണ്ട് തന്നെ നിന്നെയൊക്കെ പൂട്ടിക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. ഇവിടെ ഒരിക്കലും അധർമ്മം ജയിച്ച ചരിത്രമില്ല. നീയൊക്കെ രണ്ട് ഫേസ്ബുക്കിൽ കയറിയിരുന്ന് കുണച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് അങ്ങനത്തെ അടി പോകുന്നു വിചാരിച്ചോ? നരേന്ദ്രമോദി, അമിത്ഷയൊക്കെ എന്താ നിന്റെയൊക്കെ വീട്ടിൽ വന്ന അമ്മയ്ക്കും നിന്റെ പെങ്ങൾക്കും നിന്റെ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ ഗർഭമുണ്ടാക്കി തന്നു. അവരെ മോശമായിട്ട് പറയാൻ എത്ര വൃത്തികെട്ട വർത്തമാനമാണ് പറയുന്നത്. കേരളത്തിലെ BJPയിലെ ആൾക്കാർ തിരിച്ച് സംസാരിക്കാത്തതുകൊണ്ടാണോ നീയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ആണോ? കാവി ഇടുന്നവന്മാരൊക്കെ നിന്റെ അമ്മയുടെ മാപ്പിളമാരെന്നാണോ നിന്റെയൊക്കെ വിചാരം? ആണോ? എന്റെ ഫേസ്ബുക്കിൽ വന്ന് എന്റെ അമ്മയും എന്റെ കുടുംബത്തെയും എന്റെ കൂടെ ഉള്ളവരെയും എന്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരെ അത്രയും തെറി വിളിക്കാൻ, ഇത്രയും മോശമായിട്ട് വിളിക്കാൻ ഞാൻ നിന്റെയൊക്കെ പള്ളി മോശമാണെന്ന് പറഞ്ഞോ? നിന്റെയൊക്കെ വേറെ നിന്റെ ഉസ്താദക്കന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ വല്ലോ ഞാൻ പറഞ്ഞു? ഏതെങ്കിലും മതത്തിലെ ഏവനെങ്കിലും കാണിക്കുന്ന ചെറുപ്പത്തരം ഞാൻ പറയുന്നുണ്ടോ? എനിക്കെന്താ ഓം നമ ശിവായ എന്ന് പറഞ്ഞ പറ്റില്ലേ? പറ്റില്ലടാ, പറയടാ പട്ടിയുടെ മക്കളെ, പറ്റില്ലേ അതൊന്നും? നിനക്കൊക്കെ ഞാൻ വെല്ലുവിളിക്കുന്നു. നീയൊക്കെ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നീയൊക്കെ ഇവിടെ വരണം. നിന്റെയൊക്കെ ആൾക്കാരുണ്ടല്ലോ, ഐ എം ഗിവിംഗ് യു 24 hours time. നിനക്കൊക്കെ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ, നീക്ക് ഏത് ടെററിസ്റ്റ് ആണെങ്കിൽ, ഐ എം ചാലഞ്ചിങ് യു. ജസ്റ്റ് കം ഓവർ ഹിയർ ആൻഡ് ജസ്റ്റ് ഷോ യുവർ ഡാം ഫക്കിംഗ് ഡിക്ക്. Can you prove that? Can you prove your fucking dick? Son of a bitch. നിനക്കൊക്കെ പറ്റൂടാ, നിനക്കൊക്കെ പറ്റൂ ഈ ഫേസ്ബുക്കിൽ കിടന്ന് തൊലിക്കാനല്ല നമ്മളെ പോലുള്ള ആൾക്കാർ നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമോ? എടാ, ഈ നിമിഷം ഇരുന്ന് ഭദ്രാനന്ദ ചത്താലും ഈ ഭാരതത്തിന് വേണ്ടി ഇവിടുത്തെ ആന്റി നാഷണൽസിനെതിരെ, ഇവിടുത്തെ ഡ്രഗ് ഡീലേഴ്സിനെതിരെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭദ്രാനന്ദാണ്. only one and only സന്യാസി who fought against these anti-nationals, and it's me. You know that? നീക്ക് എന്നെ അങ്ങ് തൊലിച്ചു കളയോ? കുറെ കള്ളക്കേസ് എന്റെ പേരിൽ കേരളത്തിൽ നിന്റെയൊക്കെ അമ്മായി അപ്പന്മാരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അതങ്ങ് കേരളത്തിൽ. നീക്ക് ഇവിടെ വരണം. ഐ എം ചാലഞ്ചിങ് യു. നീയൊക്കെ വിളിച്ച പോലെ ഞാൻ അങ്ങ് വന്നു. കേരളത്തിൽ പല തവണ വന്നു. വീടിന്റെ വാതിൽ തുറന്നിട്ടിട്ട് ഞാൻ നിന്നു. ഇടാ, ഒരു വളി വിട്ട വിളവഴി ഓടുന്നവന്മാരാണ് നീയൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തിലാണോ നീയൊക്കെ ഈ ബഹളം കാണിക്കുന്നത്? ആണോ? കമ്മ്യൂണിസ്റ്റ് കേരളം പോലത്തെ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് ചൊറിയുന്ന ഒരു മാക്രി പാർട്ടി, പൊട്ട കണത്തിലെ തവളകൾ. എന്തുണ്ടടാ ഇവന്മാർക്ക്? ഇന്നല്ലെങ്കിൽ നാളെ ചെതലരിച്ചിരിക്കുന്ന സാധന കുറച്ച് ജിഹാദികളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രം പലതും കോംപ്രമൈസ് ചെയ്ത് കിട്ടിയ ഒരു ഭരണം. മനസ്സിലാവുന്നുണ്ടോ? ക്ഷമയുടെ അങ്ങ് അറ്റം പോയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ ക്ഷമിക്കുകയാണ്. പക്ഷെ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഈ സംസാരം ഉണ്ടല്ലോ, ഞാൻ എണ്ണി ഞാൻ പറയുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ്, ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ, ഇത് ഇന്ന് ലോകത്തെ എല്ലാവരും മനസ്സിലാക്കി. DGP ലോക്നാഥ് ബെഹ്റ ചുമ്മാതെയാണോ പറഞ്ഞിട്ട് പോയത്? ആണോ? അദ്ദേഹം ഇപ്പൊ സംഘിയാണ്. അതിനു മുമ്പ് TP സെൻകുമാർ പറഞ്ഞു. അദ്ദേഹത്തെ എത്രമാത്രം നീയൊക്കെ വേട്ടയാടി. ഒരു പോലീസ് ഓഫീസർ, അഴിമതിയില്ലാത്ത ഒരു പോലീസ് ഓഫീസർ. കേരളത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാ, ആയിരക്കണക്കിന് പോലീസ് ഓഫീസർ. പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അവരെ അടച്ചിട്ടിരിക്കുകയാണ്. നീയൊക്കെ വെടിവെച്ച് കൊല്ലും, നീയൊക്കെ ബോംബിട്ട് കൊല്ലും, നീയൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നീയൊക്കെ തകർക്കും. നിന്റെയൊക്കെ നെറ്റ്വർക്ക് അത്ര സ്ട്രോങ് ആ. എവിടെയാണ് നിങ്ങൾ മനസമാധാനം ഉണ്ടാക്കുന്നത്? പറയുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതം. എന്ത് ശാന്തിയാടാ നീയൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക്? എന്ത് മനസമാധാനമാടാ നീയൊക്കെ കൊടുക്കുന്നത്? നിനക്കൊക്കെ നാക്കിൽ നല്ലത് നിനക്കൊക്കെ പറയാൻ പറ്റൂടാ? സരസ്വതി നാക്കിലുണ്ടോടോ നിന്റെയൊക്കെ? എന്റെ ഫേസ്ബുക്ക് നോക്കിയിട്ട് എനിക്കെതിരെ നടപടി എടുക്കണം.
അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ഈ പറയുന്ന ഈ ക്രിമിനൽസ് ആയിട്ട് നടക്കുന്ന ഈ ദേശദ്രോഹികൾക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരുത്തിന് നട്ടിലുണ്ടോ? ഉണ്ടോ? ചുമ്മാതെ കയറി അങ്ങ് ഞെരങ്ങല്ലേ? എന്താ ഈ വൈരാഗ്യം തീർക്കുന്ന ഹിന്ദുവിനോടാണ്. ഹിന്ദു ആയി പോയതിന്റെ ഒരു കുറവാണ്. ഞാൻ ചെന്ന് അറ്റവും മുറിച്ചിട്ട് അങ്ങ് വരണോ? ആണോ? എന്റെ അറ്റം മുറിച്ചിട്ട് വന്നാൽ നീയൊക്കെ അങ്ങ് സ്വീകരിക്കൂ എന്നെ? എനിക്ക് വേണ്ടടേ നിന്റെ ഒന്നും. എന്നെക്കാട്ടിയും എന്റെ സംസ്കാരത്തെക്കാട്ടിയും മഹത്തരമായ എന്ത് തേങ്ങാക്കൊലയാണ് നിന്റെ കയ്യിലൊക്കെ ഉള്ളത്? എങ്കിൽ ഞാൻ വരാം. എടാ, റോൾസ് റോയ്സിൽ നടക്കുന്ന നമ്മളെടുത്താണ് എടാ ഫിയറ്റ് കാർ കാണിച്ചിട്ട്, പഴയ പ്രീമിയർ പത്മിനി കാണിച്ചിട്ട് ഇത് ഭയങ്കര ഇമ്പാല കാറാന്ന് പറയുന്നത്. വി നോ അബൌട്ട് വെഹിക്കിൾസ്, വി നോ അബൌട്ട് ദ പെർഫോമൻസ്. മനസ്സിലാവുന്നുണ്ടോ? പറയണം, എഴുതണം, അങ്ങ് എഴുതി തള്ളണം നീയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ